Hello, I am Anuvi from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ തിയറി ഓഫ് നമ്പേഴ്സിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് എ റേസ് ടു 13 കോൺഗ്രുവന്റ് ടു എ മോഡ് 3 ഇൻറ്റു 7 ഇൻറ്റു 13 ഫോർ ഓൾ എ. ഇവിടെ 3.7.13 കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി ചിലപ്പോഴൊക്കെ പ്രോബ്ലം ഇവിടെ 273 എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ 273നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടിയാൽ മാത്രമേ പ്രോബ്ലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യം ഈ കോൺഗ്രുവൻസിന്റെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം a minus b is divisible by n, അല്ലെങ്കിൽ a minus b is a multiple of n. വേറെ രീതിയിൽ പറഞ്ഞാൽ n divides a minus b. ഇങ്ങനെ ഏത് രീതിയിലും പറയാം. ഇനി അടുത്തൊരു പോയിന്റ്, ഈ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത് ഒരു ഇക്വിവലൻസ് റിലേഷൻ ആണ്. അതായത് ഏതൊരു ഇന്റീജർ എടുത്താലും അത് അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. എ ഈസ് കോൺഗ്രുവന്റ് ടു എ ഇറ്റ്സെൽഫ്. അതുപോലെ സിമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് എ കോൺഗ്രുവന്റ് ടു ബി ആണ് എങ്കിൽ ബി ഷുഡ് ബി കോൺഗ്രുവന്റ് ടു എ. അതുപോലെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് എ കോൺഗ്രുവന്റ് ടു ബി ആൻഡ് ബി കോൺഗ്രുവന്റ് ടു സി, then A should be congruent to C. ഈ മൂന്ന് പ്രോപ്പർട്ടി കോൺഗ്രുവൻസിനുണ്ട്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ A congruent to B മോഡ് n ആണ് എങ്കിൽ ഇതിന്റെ ഏത് പവർ എടുത്താലും, അതായത് A raised to k congruent to B raised to k മോഡ് n ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു പ്രോപ്പർട്ടി, A congruent to B മോഡ് n ആണ് എങ്കിൽ ഈ കോൺഗ്രുവൻസിനെ ഒരേ നമ്പർ വെച്ച് ഇൻഡു ചെയ്താൽ, അതായത് AC congruent to BC മോഡ് n ആയിരിക്കും. ഇവിടെ ആ മോഡുലോ എടുക്കുന്നത്, മോഡ് എന്ന് പറയുന്നത് മോഡുലോ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. മോഡുലോ രണ്ടും സെയിം ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന അനദർ തിങ് ഫെർമാറ്റ്സ് തിയറം ആണ്. അതായത് P does not divides A ആണെങ്കിൽ, അതായത് A is not a multiple of P ആണ് എങ്കിൽ A raised to P minus 1 congruent to A congruent to 1 mod P. P ഒരു പ്രൈം നമ്പർ, അത് A നെ ഡിവൈഡ് ചെയ്യുന്നതാവരുത്. അങ്ങനെയാണെങ്കിൽ A raised to P minus 1 congruent to 1 mod P ആണ്. ഇതാണ് ഫെർമാറ്റ്സ് തിയറം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ A raised to 13 minus A, that is a multiple of 3 into 7 into 13, അല്ലെങ്കിൽ that is divisible by 3 into 7 into 13, അങ്ങനെ നമുക്ക് പറയാം. അപ്പോ ഈ A raised to 13 minus A അത് divisible by 3 ആയിരിക്കണം, divisible by 7 ആയിരിക്കണം, divisible by 13 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A raised to 13 congruent to A mod 3, A raised to 13 congruent to A mod 7, A raised to 13 congruent to A mod 13. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിലെ ഒരു കേസ് മനസ്സിലായാൽ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കേസ്. ആദ്യം നമുക്ക് മോഡുലോ 3യുടെ കാര്യം നോക്കാം. ഇഫ് A congruent to 0 എന്ന് പറഞ്ഞാൽ A minus 0 is a multiple of 3. അതായത് A is a multiple of 3 എന്ന് പറഞ്ഞാൽ 3 is a divisor of A. അതായത് A നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. എപ്പോഴും A congruent to B mod n എന്ന് എഴുതുമ്പോൾ A നെ n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ 3 divides a ആണ്. ഈ 3 divides a ആണ് എങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് കോൺഗ്രുവൻസ് എടുത്താലും അതിന്റെ ഏത് പവർ വേണമെങ്കിലും എടുക്കാം. എനിക്കിവിടെ വേണ്ടത് 13th പവർ ആണ്. സോ ഈ കോൺഗ്രുവൻസിന്റെ 13th പവർ ഞാൻ എടുക്കുന്നു. അപ്പൊ a raised to 13 കോൺഗ്രുവന്റ് ടു 0 raised to 13. സീറോയുടെ ഏത് പവർ എടുത്താലും അത് 0 തന്നെയാണ്. ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് a കോൺഗ്രുവന്റ് ടു 0. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ സിമെട്രിക് പ്രോപ്പർട്ടി വെച്ച് 0 കോൺഗ്രുവന്റ് ടു a ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാം. 0 is congruent to a. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a raised to 13 congruent to a mod 3. അതാണ് ഇവിടെ കിട്ടേണ്ടത്. പക്ഷെ ഇത് ഒരു കേസ് മാത്രമേ ആയുള്ളൂ. ഏത് കേസ്? a congruent to 0 mod 3 എന്ന കേസ്. അപ്പൊ അടുത്ത കേസ് എന്ന് പറയുന്നത് a is not congruent to 0 mod 3. അതായത് a is not divisible by 3. 3 does not divide a. അവിടെയാണ് നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫെർമാറ്റ്സ് തിയറത്തിന്റെ p എന്ന പ്രൈം നമ്പറിന്റെ സ്ഥാനത്ത് നമുക്ക് 3 ആണ്. ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? a raised to p minus 1 congruent to 1 mod p. ആ p യുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പൊ a square congruent to 1 mod 3. നമുക്ക് വേണ്ടത് 13th പവർ ആണ്. റൈറ്റ് സൈഡിൽ എയും. ഞാൻ ഈ ഇക്വേഷന്റെ അല്ലെങ്കിൽ ഈ കോൺഗ്രുവൻസിന്റെ 6th പവർ എടുക്കുന്നു. അപ്പോ raising both sides to the 6th power, a square raised to 6 congruent to 1 raised to 6. ഈ കോൺഗ്രുവൻസിന്റെ 6th പവർ. പക്ഷെ 1 raised to 6 എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്. 1ന്റെ 6th പവർ. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ a square the whole raised to 6 എന്ന് പറഞ്ഞാൽ a raised to 12 ആണ്. a raised to 12 congruent to 1 mod 3. ഇനി ഈ ഇക്വേഷനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ രണ്ട് സൈഡിലും. അപ്പൊ നമുക്ക് a raised to 13 congruent to a mod 3. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഇവിടെ റൈറ്റ് സൈഡിൽ 1 ആണ്. നമുക്ക് റൈറ്റ് സൈഡിൽ വേണ്ടത് a. അപ്പൊ ആ ഒരു a കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 12th പവറിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ 6th പവർ എടുത്തത്. അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ട പവറിന്റെ ഒരു പവർ താഴ്ത്തി വേണം എടുക്കാൻ. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് a വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വേണം റൈറ്റ് സൈഡിൽ a കൊണ്ടുവരാൻ. അപ്പോ മോഡുലോ 3യുടെ കേസ് രണ്ട് കേസ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. a congruent to 0 ആകുമ്പോഴും a is not congruent to 0 ആകുമ്പോഴും. a congruent to 0 ആകുമ്പോൾ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. a is not congruent to 0 ആകുമ്പോൾ മാത്രമേ ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ മോഡുലോ 7 ചെയ്യുക. മോഡുലോ 7ലും ഇതുപോലെ if a congruent to 0 mod 7. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും 13th പവർ നമ്മൾ എടുക്കുന്നു. a raised to 13 congruent to 0 raised to 13. 0യുടെ 13th പവർ എടുത്താൽ 0 തന്നെയാണ്. ആ 0 congruent to a ആണ്. സോ congruent to a. ഇനി അടുത്ത കേസായിട്ട് a is not congruent to 0 mod 7 എടുക്കണം. അതായത് 7 does not divides a. അപ്പൊ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. അവിടെ p യുടെ സ്ഥാനത്ത് 7 ആണ്. അപ്പോൾ a raised to p minus 1 എന്ന് പറയുന്നത് a raised to 6 വരുന്നു. congruent to 1 mod 7. എനിക്ക് വേണ്ടത് a raised to 13 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അതിനേക്കാളും ഒരു പവർ കുറയ്ക്കണം. കാരണം റൈറ്റ് സൈഡിൽ a നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് 12 വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെക്കൻഡ് പവർ എടുത്താൽ മതിയാകും. അപ്പൊ സെക്കൻഡ് പവറിലോട്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് a raised to 6 the whole square congruent to, ഇവിടെ congruent to ആണ് വേണ്ടത്, 1 square is equal to 1 mod 7. അതായത് a raised to 12 congruent to 1 mod 7. ഇനി രണ്ട് സൈഡിലും a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ a raised to 13 congruent to a mod 7. ഇതുപോലെ തന്നെ മോഡുലോ 13ഉം ചെയ്യുക. a congruent to 0 mod 13 ആകുമ്പോൾ ഈ കോൺഗ്രുവൻസിന് 13th പവറിലോട്ട് ഞാൻ പവർ എടുക്കുന്നു. അപ്പോൾ a raised to 13
congruent to 0 raised to 13. 0യുടെ 13th power 0 ആണ്. 0 is congruent to a ആണ്. അപ്പൊ ഇവിടെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇനി a is not congruent to 13 mod a is not congruent to 0 mod 13 എടുക്കുന്നു. അതായത് 13 does not divides a. അപ്പൊ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. p യുടെ സ്ഥാനത്ത് 13 ആണ്. അപ്പോൾ a raised to p minus 1 എന്ന് പറയുന്നത് a raised to 12 വരുന്നു. 12 congruent to 1 mod 13. ഇവിടെ ഇനി പവർ എടുക്കാനൊന്നുമില്ല. സോ എനിക്ക് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a raised to 13 congruent to a mod 13 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മൂന്നും കിട്ടി. അതായത് a raised to 13 congruent to a അത് modulo 3 modulo 7 and modulo 13. അതായത് a raised to 13 minus a is divisible by 3 ആണ്, divisible by 7 ആണ്, divisible by 13 ആണ്. സോ ഇതിന്റെ പ്രോഡക്റ്റ് കൊണ്ടും divisible ആണ്. അത് കോൺഗ്രുവൻസിന്റെ ഭാഷയിൽ എഴുതുമ്പോൾ a raised to 13 congruent to a mod 3 into 7 into 13. ഞാൻ ഓൾറെഡി പറഞ്ഞു ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്ന് 273 എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. അപ്പൊ നമ്മൾ 273നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. എന്നിട്ട് ഓരോ നമ്പർ വെച്ച് മോഡുലോ ചെയ്യണം. ഓക്കെ, താങ്ക് യു.